Revive thy work, O Lord, thy mighty arming bear. Speak with the voice that wakes the dead, and make thy people hear. Revive thy work, O Lord, while here to thee we bow. Descend, O gracious Lord, descend. O come and bless us now. Revive thy work, O Lord, disturb the sleep of death. Quicken the smouldering embers now by thine almighty breath. Revive thy work, O Lord, while here to thee we bow. Descend, O gracious Lord, descend. O come and bless us now. Revive thy work, O Lord, create soul thirst for thee, and hungering for the bread of life. O may our spirits be. Revive thy work, O Lord, while here to thee we bow. Descend, O gracious Lord, descend. O come and bless us now. Revive thy work, O Lord, exalt thy precious name, and by the Holy Ghost our love for thee and thine inflame. Revive thy work, O Lord, while here to thee we bow. Descend, O gracious Lord, descend. O come and bless us now. Greetings from Kindergarten at Bethesda, in the wonderful and matchless name of our Lord and Savior Jesus Christ. Dear sisters and brothers, ഇന്ന് ദശാംശ സമർപ്പണ ഞായർ, ടൈറ്റ്സ് ഗിവിംഗ് സൺഡേ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സകല നന്മകളിൽ നിന്നും അനുഗ്രഹങ്ങളിൽ നിന്നും സമ്പദ് സമൃദ്ധിയിൽ നിന്നും നാം ദൈവത്തിനായി കൊടുക്കുന്ന ഞായറാഴ്ച. പ്രിയമുള്ളവരെ, നാം ദശാംശം മാത്രമല്ല, നമ്മെ തന്നെയും നമുക്കുള്ള സകലത്തെയും ദൈവത്തിന് സമർപ്പിക്കേണ്ടവരാണ്. കാരണം സകലവും ദൈവത്തിങ്കിൽ നിന്നാണ് വരുന്നത്. ദൈവമാണ് സകലവും നൽകുന്നത്. എന്നാൽ നാം ദശാംശം കൊടുക്കുമ്പോൾ അത് അപരനെ അഥവാ ദരിദ്രനെ കനിവോടെ കരുതുന്നതിന് ഉതകുന്നതാവണം. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന കുറിവാക്യം ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നാണ്. സകലവും നിങ്കൽ നിന്നല്ലോ വരുന്നത്, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേയുള്ളൂ. Everything we have has come from you, and we only give you what is yours already. 1 Chronicles chapter 29 verse 14b. ഇന്നത്തെ സുവിശേഷ ഭാഗം എടുത്തിരിക്കുന്നത് വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ
ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അതിന് അവൻ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാർ ഉണ്ട്. അവരും ഈ യാതനാസ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ. അതിന് അവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നു എങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. അവൻ അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു. നാം ഈ വായിച്ചു കേട്ട വേദഭാഗം മരണാനന്തരം നമുക്ക് എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്, അവിടെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് കാണിക്കുന്നതിനല്ല. നമ്മെ ദൈവം ഈ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ദരിദ്രന്മാരോട്, ലെസ് ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ആൾക്കാരോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം, അവരോട് നാം എങ്ങനെ വർത്തിക്കണം, ദരിദ്രന്മാരെ നാം കരുതുന്നവരാണോ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മയിൽ നിന്നും നാം അവർക്ക് പങ്കിടുന്നവരാണോ? അല്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എത്രമാത്രം ശോചനീയമായിരിക്കും, എത്രമാത്രം ഭയാനകമായിരിക്കും എന്ന കാര്യമാണ് യേശു തമ്പുരാൻ ഈ വേദഭാഗത്തൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നാം വിചാരിക്കരുത് നമുക്ക് ചുറ്റുമുള്ള ദരിദ്രന്മാരെ നാം സഹായിച്ചാൽ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനമുണ്ട് എന്ന്. ഒരിക്കലുമില്ല. ദൈവരാജ്യത്തിൽ നാം പ്രവേശിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തോട് നാം അടുക്കണമെങ്കിൽ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഒരേ ഒരു വാതിലേ ഉള്ളൂ. അതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി നാം അംഗീകരിച്ച് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് അവൻ്റെ വഴികളിൽ നടക്കുമെങ്കിൽ മാത്രമേ നമുക്ക് ദൈവവുമായി കൂട്ടായ്മയുള്ളൂ. അങ്ങനെ ദൈവരാജ്യത്തിലായിരിക്കുന്ന നാം ദരിദ്രനെ കരുതും. അപ്പോൾ അങ്ങനെയുള്ളവർ ദരിദ്രന്മാരെ കരുതുന്നവരായിരിക്കും. തങ്ങളുടെ നന്മകൾ ദരിദ്രന്മാരുമായി പങ്കുവയ്ക്കും. ഇവിടെ വേഴ്സ് 19 നാം വായിച്ചു, There was a certain rich man who was splendidly clothed and lived each day in mirth and luxury. ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് നിത്യേന ആഡംബരത്തിൽ സുഖലോലുപനായി ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യനെ പറ്റിയാണ് യേശു തമ്പുരാൻ പറയുന്നത്. പിന്നെ പറയുന്നു ദരിദ്രനായ ഒരുവനെ, ലാസറിനെ പറ്റി. ആ ലാസർ ആഗ്രഹിക്കുകയാണ് ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന ആ നുറുക്കുകളെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നുവെന്നാണ്.
നായ്ക്കൾ പോലും വന്ന് തൻ്റെ വ്രണം നക്കുവാൻ തക്കവണ്ണം അത്രമാത്രം ബലഹീനനായിരുന്നു ആ മനുഷ്യൻ. നായ്ക്കളെ ഓടിച്ചു കളയുവാൻ പോലും ത്രാണിയില്ലാത്തവൻ. കാരണം പട്ടിണിയിലാണ്, രോഗിയാണ്, ബലമില്ലാത്തവനാണ്. നാം വിചാരിക്കരുത് ഈ വ്യക്തി ധനവാന്റെ ഭവനത്തിൽ, ധനവാന്റെ ഡൈനിങ് റൂമിൽ, ആ ഡൈനിങ് ടേബിളിൻ്റെ കീഴിൽ താമസിച്ചിരുന്നു എന്ന്. കാരണം ഇവൻ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തനിയെ നടക്കുവാൻ വയ്യാതിരുന്ന ഈ മനുഷ്യനെ വേറെ ഏതെങ്കിലും മനുഷ്യസ്നേഹിയായിരിക്കണം ധനവാന്റെ വസതിയുടെ സമീപം കൊണ്ട് വെച്ചത്. അവിടെ കിടന്നുകൊണ്ട് ആഗ്രഹിക്കുകയാണ് അല്പമെങ്കിലും ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അവന് കിട്ടിയില്ല. ആ ധനവാന് പലതും ചെയ്യാമായിരുന്നു, പക്ഷേ ഒന്നും ചെയ്തതായി ഇവിടെ കാണുന്നില്ല. യേശുക്രിസ്തു വിശുദ്ധ ബൈബിളിൽ ധനവാന്മാരെ പറ്റി പറഞ്ഞിരിക്കുന്നിടത്തെല്ലാം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത അവരുടെ നടപടികളും സ്വഭാവങ്ങളും പരാമർശിക്കുന്നതായി നമുക്ക് കാണാം. അവർ അവരുടെ ധനസമൃദ്ധിയിൽ ആശ്രയം വയ്ക്കുന്നവരാണ്. അവരുടെ ധനമെല്ലാം അവരുടെ ഭോഗേച്ഛകൾ നിവർത്തിക്കുവാൻ തക്കവണ്ണം അവർ ചിലവിടും. ധൂമ്ര വസ്ത്രവും പട്ടും ഒക്കെ വാങ്ങിക്കുവാൻ, നിത്യേന സുഖിക്കുവാൻ അവർ അവരുടെ ധനമെല്ലാം ചിലവിടും. അവർ കരുണയില്ലാത്തവരും ദരിദ്രന്മാരെ പുച്ഛിക്കുന്നവരുമാണ്, അവഗണിക്കുന്നവരാണ്. ദരിദ്രന്മാരെ പറ്റി അവർക്ക് വിചാരമില്ലാത്തവരാണ്. ഈ ധനവാന്റെ പേര് പോലും യേശുക്രിസ്തു ഇവിടെ പറയുന്നില്ല. അതേസമയം ദരിദ്രൻ്റെ പേര് പറയുന്നുണ്ട്. ധനവാന്റെ പേര് പരാമർശിച്ചില്ല എങ്കിലും വിശുദ്ധ ബൈബിളിൽ നാം വായിക്കുന്നു, ഈ ധനവാൻ തങ്ങളുടെ പേര് നിലനിർത്തുവാൻ തങ്ങളുടെ നിലങ്ങൾക്ക് പോലും തങ്ങളുടെ പേരിടുന്നു എന്ന്. തങ്ങൾ മരിച്ചു പോകുമ്പോൾ നിലങ്ങളെല്ലാം ഇവരുടെ പേരിൽ അറിയപ്പെടണം, അല്ലെങ്കിൽ അവരുടെ ബിൽഡിങ്സും മറ്റ് സമ്പത്തും എല്ലാം ഇവരുടെ പേരിൽ അറിയപ്പെടണം. അത്രമാത്രം അവരുടെ പേരിനെ പറ്റി പേര് നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ്, അഭിമാനിക്കുന്നവരാണ്. പക്ഷേ യേശു ഈ ധനവാന്റെ പേര് പോലും ഇവിടെ മിണ്ടുന്നില്ല. കാരണം ആ ധനവാനെ യേശു ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താണ്? ധനവാൻ തൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്ന ലാസറിനെ ഗൗനിച്ചില്ല. മറ്റൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഈ ധൂമ്ര വസ്ത്രവും പട്ടും ഒക്കെ ധരിക്കുന്നതോ പേര് നിലനിർത്തുന്നതോ അങ്ങനെ ആഡംബരത്തിൽ ജീവിക്കുന്നതോ പാപമാണോ? സ്വയം അധ്വാനിച്ച് വളരെ കഷ്ടപ്പെട്ട് മറ്റുള്ളവൻ്റെ പിടിച്ചു പറിക്കാതെ, അല്ലെങ്കിൽ അസാൻമാർഗിക ജീവിതമൊന്നും നയിക്കാതെ നല്ല രീതിയിലൊക്കെ ജീവിച്ച് ധനം സമ്പാദിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവർ വളരെ ആർഭാടത്തിൽ ജീവിക്കുന്നു. പലതരത്തിലുള്ള കാറുകൾ, വീടുകൾ, എല്ലാ സമ്പത്തുമുണ്ട്. അങ്ങനെ ധനം സമ്പാദിക്കുന്നത് പാപമാണോ? ഒരിക്കലുമല്ല. നീതിരഹിതമാണോ? ഒരിക്കലുമല്ല. പക്ഷേ അവർ ധനം സമ്പാദിച്ചതിൻ്റെ കാര്യമല്ല യേശുക്രിസ്തു പറയുന്നത്. അവർ ധനം വിനിയോഗിച്ചില്ല, ദരിദ്രനെ കരുതിയില്ല. അതാണ് യേശുക്രിസ്തു പറയുന്നത്. നീതിമാന്റെ ഭവനത്തിൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകും. ആ നീതിമാൻ എന്ന യേശു ആരെ പറയുന്നുവോ ആ വ്യക്തി ദരിദ്രനെ കരുതുന്നവനായിരിക്കും, ദൈവഭയമുള്ളവനായിരിക്കും. പക്ഷെ ഇവിടെ പരാമർശിച്ച ഈ ധനവാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നവനായിരുന്നില്ല. തൻ്റെ പ്രതാപവും മഹിമയും പേരും എല്ലാം നിലനിർത്തുവാൻ കൊതിച്ചവനാണ്. ഈ വ്യക്തി ദൈവകോപത്തിനും ശാപത്തിനും അടിപ്പെട്ട് നശിച്ചുപോയവനായി നമുക്ക് കാണുവാൻ കഴിയും. അവൻ നരകയാതന പോലെ അനുഭവിക്കുകയാണ്. അഗ്നിജ്വാലയിൽ അവൻ
കഷ്ടമനുഭവിക്കുന്നതായി നാം ഇവിടെ കാണുന്നു. നാം മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ധനവും സമ്പത്തും ആർഭാടവുമെല്ലാം അവർക്ക് ലഭ്യമായിരിക്കുമ്പോൾ അത് അവർ ദൈവത്തെ സ്നേഹിച്ച്, അല്ലെങ്കിൽ അവരുടെ മേലുള്ള ദൈവസ്നേഹത്താലാണ്, അല്ലെങ്കിൽ ദൈവം അവരിൽ പ്രസാദിച്ചത് കൊണ്ടാണ് ഇതൊക്കെയും അവർക്ക് ലഭിച്ചത് എന്ന് ധരിക്കുന്നവരുണ്ട്. അത് ശരിയല്ല. ദൈവത്തിന് അവരിൽ പ്രസാദമില്ല. ഇവരുടെ സമ്പത്ത് അവരാർജിച്ചതിൽ ഇത് ദൈവപ്രസാദകരമായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം, അല്ലെങ്കിൽ ദൈവം അവരിൽ പ്രസാദിച്ചത് കൊണ്ടാണ് അവർക്കിതെല്ലാം നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് നാം ധരിച്ചുകൂടാ. അതുപോലെ തന്നെ ഈ ആർഭാടവും സമ്പത്തും ധനവും പേരും എല്ലാം കിട്ടുമ്പോൾ അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, ദൈവത്തോട് നന്ദിയുള്ളവരാണ് എന്ന് വിചാരിക്കുന്നതും തെറ്റാണ്. അങ്ങനെ ജീവിക്കുന്ന ധാരാളം ആൾക്കാർ ഈ ലോകത്തിലുണ്ട്. സമ്പത്തുണ്ട്, ഐശ്വര്യമുണ്ട്, എല്ലാമുണ്ട്. ഇവരെ പറ്റി മറ്റാളുകൾ വിചാരിക്കും അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ദൈവമാണ് അവർക്ക് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്, ദൈവം അവരിൽ പ്രസാദിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ നന്മകളെ ഓർത്ത് അവർ എപ്പോഴും ദൈവസന്നിധിയിൽ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നവരും ദൈവത്തോട് നന്ദിയുള്ളവരുമാണ് എന്നൊക്കെ. പക്ഷേ ഇത് തികച്ചും തെറ്റാണ് എന്നാണ് ഈ ധനവാന്റെ കാര്യത്തിൽ ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം അവൻ്റെ ആ അവസ്ഥ എന്താണ്? അവൻ കിടക്കുന്നത് എവിടെയാണ്? അവൻ നാശത്തിലേക്ക് പോയിരിക്കുകയാണ്. ദൈവകോപത്തിനും ദൈവത്തിൻ്റെ ആ അനിഷ്ടത്തിനും അടിപ്പെട്ടുപോയി, അവൻ നശിച്ചുപോയി. പിന്നെ നാം ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റു പല കാര്യങ്ങളുമുണ്ട്. ഈ ധനം അല്ലെങ്കിൽ ഈ സുഖലോലുപത നാം ശരിയായി വിനിയോഗിച്ചില്ല എങ്കിൽ ഇത് വളരെ അപകടം പിടിച്ചതാണ്. ആ അപകടമാണ് ഈ ധനവാന് പറ്റിയത്. എന്തെല്ലാമാണ് ഇവിടെ സംഭവിക്കുവാൻ പോകുന്നത്? ഈ ധനത്തോടുള്ള ഇച്ഛ നമ്മെ പ്രലോഭനങ്ങളിലേക്ക് നയിക്കും. അതായത് നമുക്ക് പരീക്ഷയുണ്ടാകും. എന്തിനു വേണ്ടിയുള്ള പരീക്ഷ? കൂടുതൽ ആഡംബരത്തിലേക്കും കൂടുതൽ ഇന്ദ്രിയ സുഖങ്ങളിലേക്കും പോകുവാൻ ഉള്ള ഒരു പരീക്ഷ, ഒരു പ്രലോഭനം ഉണ്ടാകും. രണ്ടാമതായി ദൈവത്തെ മറക്കും. ദൈവത്തെയും പരലോകത്തെയും അല്ലെങ്കിൽ അതർ വേൾഡിനെ പറ്റിയുള്ള ആ ചിന്ത അത് കാണില്ല. അതവർ മറക്കുന്നവരാണ്. ഇതൊക്കെ മറക്കുവാൻ ഈ സമ്പത്ത് ഇടയാക്കും. മൂന്നാമതായി ഇക്കൂട്ടർക്ക് എല്ലാം ഉണ്ടെങ്കിലും അവർ സന്തുഷ്ടരല്ല, അവർ ഹാപ്പിയല്ല, തൃപ്തരല്ല. മറ്റുള്ളവരുടെ മുഖത്ത് പോലും നോക്കാതെ, അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്നുള്ള ഒരു പുഞ്ചിരി മറ്റുള്ളവർക്ക് കൊടുക്കാതെ അവർ വസിക്കും. അവർ ചിലപ്പോൾ ചിരിക്കുമായിരിക്കും, പക്ഷേ അത് അവർ എടുത്തണയുന്നതാണ്, വെച്ച് കെട്ടുന്നതാണ്. അത് കാണുമ്പോൾ അറിയാം. കാരണം അവർ എപ്പോഴും കൂടുതൽ ആർജിക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണ്. വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഒരു വീട്ടിലോ വേറെ ആരുടെയും പക്കൽ വേറൊരു ടൈപ്പ് കാറുണ്ടെങ്കിലോ അത് വാങ്ങിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാർ ഇവിടെ ഇല്ലല്ലോ, എങ്ങനെയെങ്കിലും അതും സമ്പാദിക്കണം എന്നുള്ള ഒരു പ്രലോഭനത്തിലേക്കാണ് ഈ ധനം മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത്. യേശുക്രിസ്തു ഇവിടെ പറഞ്ഞ ധനവാന്റെ കാര്യമാണ്. ആ ധനവാന്റെ മനസ്ഥിതിയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അതുപോലെയുള്ള ധനവാന്മാരെ പറ്റിയാണ് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. അവർക്ക് തൃപ്തിയില്ല, അവർ ഒന്നിലും സംതൃപ്തരല്ല, അവർ ഹാപ്പിയല്ല.
നാം മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ധനം അല്ലെങ്കിൽ ഈ ധനേച്ഛ അതവരുടെ അഹങ്കാരത്തിനും എളിയവരെ മാനിക്കാതിരിക്കുന്നതിനും വഴിവെക്കും. അതൊരു വലിയ പാപമാണ് ദൈവസന്നിധിയിൽ. നമ്മുടെ അടുക്കലുള്ള എളിയവനെ അല്ലെങ്കിൽ ദരിദ്രനെ, അവനെ മാനിക്കാതിരിക്കുവാൻ, അവനെ വിസ്മരിക്കുവാൻ തക്കവണ്ണം ഈ ധനവാൻ തയ്യാറാകും. അതേസമയം നാം ഈ ദരിദ്രനെ കാണുക. യേശുക്രിസ്തു അവൻ്റെ പേര് പറഞ്ഞു, ലാസർ. ലാസർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നും സഹായം സ്വീകരിക്കുന്നവൻ എന്നാണ് അർത്ഥം. നമുക്കറിയാം, ഈ ലോകത്തിലുള്ള ദരിദ്രന്മാരെല്ലാം നാം കൊടുത്തിട്ടാണോ ജീവിക്കുന്നത്? ഒരിക്കലുമല്ല. ദൈവമാണ് അവരെ പുലർത്തുന്നത്. അതുപോലെ തന്നെ മറ്റ് ജീവികൾ, അതൊന്നും മനുഷ്യർ ആഹാരം കൊടുത്തിട്ടല്ല അവരൊന്നും ജീവിക്കുന്നത്. അവരെയൊക്കെയും ദൈവമാണ് പുലർത്തുന്നത്. അപ്പോൾ ദൈവം സഹായിക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ് ഈ ലാസർ എന്ന പേരിന്. ഈ ലാസറിനെ ദൈവത്തിന് ഇഷ്ടമാണ്. കാരണം അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാണ് ആ ലാസറിനുണ്ടായിരുന്നത്. ആ ധനവാന്റെ പടിപ്പുരയ്ക്കൽ അവൻ കിടന്നു എങ്കിലും അവൻ ഒന്നിനെപ്പറ്റിയും പരാതി പറയുന്നില്ല. നോക്കൂ, ഈ ധനികനായ മനുഷ്യൻ്റെ ഭവനം കണ്ടോ, അവൻ എന്തെല്ലാമുണ്ട്, അവൻ്റെ വീട്ടിൽ എന്തെല്ലാം ഭക്ഷണ സാധനങ്ങളുണ്ട്, അല്പമൊന്നും എനിക്ക് തരുന്നില്ലല്ലോ എന്നൊന്നും യാതൊരു കംപ്ലൈൻ്റ് ഇല്ല. ഒന്നിനെപ്പറ്റിയും പിറുപിറുക്കുന്നില്ല, പരാതി പറയുന്നില്ല. അങ്ങനെ അവൻ അവിടെ കിടക്കുകയാണ്. ഈ വേദഭാഗത്ത് യേശുതമ്പുരാൻ ഈ ദരിദ്രനെ പറ്റി പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതാണത്. അവൻ ശരീരമാസകലം രോഗിയാണ്, വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, ക്ഷീണിതനാണ്, വേദനയും കഷ്ടതയും ഒക്കെ അനുഭവിക്കുന്നു. ഇതൊക്കെ സഹിച്ചുകൊണ്ടാണ് അവിടെ കിടക്കുന്നത്. ക്ഷീണിതനായ ഈ മനുഷ്യൻ അവിടെ തന്നെ വന്നതല്ലായിരിക്കും. തന്നെ വരുവാൻ കഴിയില്ലല്ലോ, ആരെങ്കിലും അവനെ കൊണ്ടുവന്ന് അവിടെ ഇട്ടതായിരിക്കണം. പക്ഷെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ധനവാൻ വളർത്തിയ നായ്ക്കളാണോ അതോ വഴിയിൽ കൂടെ പോയ നായ്ക്കളാണോ? ഒരു സ്വാന്തനത്തിന് ഈ ദരിദ്രൻ്റെ മുറിവുകളെ നക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ധനവാന്റെ വീട്ടിലെ നായ്ക്കളാണെങ്കിൽ ഈ ധനവാൻ ചെയ്യാതിരുന്ന കാര്യം ധനവാന്റെ നായ്ക്കൾ ചെയ്തു. ധനവാന്റെ വീട്ടിലെ സർവ ഭക്ഷണ സാധനങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിച്ച് വളർന്ന നായ്ക്കളാണ്. ആ നായ്ക്കൾ വന്ന് അവിടെ കണ്ട ഈ ദരിദ്രനെ അവൻ്റെ വ്രണം നക്കുവാൻ തക്കവണ്ണം, അവനെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം തയ്യാറായി. പക്ഷേ അങ്ങനെ ഒരു മനോഭാവം പോലും ഈ ധനവാനുണ്ടായിരുന്നില്ല. ഇവിടെ വേഴ്സ് 21 നാം വായിക്കുന്നു, ഈ ദരിദ്രനായ മനുഷ്യൻ്റെ ആഗ്രഹം, അവൻ ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഹിസ് എക്സ്പെക്റ്റേഷൻ ഫ്രം ദ റിച്ച് മാൻസ് ടേബിൾ, ഹി ഡിസയർഡ് ടു ബി ഫെഡ് വിത്ത് ദ ക്രംസ്. അവൻ ഡിസയർ മാത്രമേ ഉള്ളൂ. അവനത് ഭക്ഷിച്ചുകൊണ്ട് അവിടെ നിത്യേന ജീവിച്ചിരുന്നു എന്നല്ല ഈ കഥയിൽ പറയുന്നത്. ഈ കഷ്ടപ്പെടുന്ന ദരിദ്രൻ അവൻ്റെ കഷ്ടപ്പാടുകളെല്ലാം സഹിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം, മേശമേൽ നിന്ന് വീഴുന്ന ആ നുറുക്കെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ജീവൻ നിലനിർത്തുവാനാണ്. ഒരു സദ്യ ലഭിക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിച്ചില്ല. ജീവൻ നിലനിർത്തുവാൻ വേണ്ടി അല്പമെങ്കിലും. ഇതുപോലെയുള്ള ആഗ്രഹം, ഇത് റിവേഴ്സായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ ധനവാനായ മനുഷ്യൻ അഗ്നിജ്വാലയിൽ കിടന്നുകൊണ്ട് അബ്രഹാം പിതാവിനോട് പറയുന്നത്, അബ്രഹാം പിതാവേ, നിൻ്റെ മടിയിലിരിക്കുന്ന ലാസറിൻ്റെ ഇങ്ങോട്ട് വിടുക, അവൻ്റെ വിരല് വെള്ളത്തിൽ മുക്കി ആ ഒരു തുള്ളി വെള്ളമെങ്കിലും എൻ്റെ നാവിലോട്ട് വീണ് എൻ്റെ നാവിനെ തണുപ്പിക്കുവാൻ തക്കവണ്ണം ഒന്ന് പറഞ്ഞു വിടണമേ എന്ന്. എത്രമാത്രം
ആഗ്രഹമാണ് ആ ധനവാനുണ്ടായിരുന്നത്. അതുപോലെ അഗ്നിജ്വാലയിൽ അവൻ കഷ്ടപ്പെടുകയാണ്. ഭയങ്കര ചൂടാണ്. അവിടെ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. അവൻ ചോദിച്ചില്ല ഒരു ബക്കറ്റ് വെള്ളം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം, ഒന്നും ചോദിച്ചില്ല. ഒരു തുള്ളി വെള്ളം. ആഗ്രഹത്തിൻ്റെ ആ പാരമ്യമാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ ആഗ്രഹിച്ചവനായിരുന്നു തൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നിരുന്ന ആ വ്യക്തി, ഈ ദരിദ്രൻ. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നതെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ജീവൻ നിലനിർത്താമായിരുന്നു, പിടിച്ചു നിർത്താമായിരുന്നു എന്ന്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ആഗ്രഹമുള്ള ദരിദ്രന്മാർ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടേത് മുഴുവൻ അവർ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന നന്മകൾ മുഴുവനും എനിക്ക് കിട്ടണം എന്ന് ആ ദരിദ്രന്മാർ ആരും ആഗ്രഹിക്കുന്നില്ല. മേശമേൽ നിന്നും വീഴുന്ന ആ ക്രംസ് എങ്കിലും കിട്ടണേ ഞങ്ങളുടെ ജീവൻ നിലനിർത്തുവാൻ. അതുപോലെയുള്ള നിസ്സാരപ്പെട്ട ആഗ്രഹങ്ങളായിരിക്കും അവർക്കുള്ളത്. അപ്പോൾ ആ നിസ്സാരപ്പെട്ട ആഗ്രഹം നാം നൽകി കൊടുക്കണം. നമ്മുടെ വീട്ടിൽ വന്ന ആരെങ്കിലും നമ്മുടെ പുരയിടം എഴുതി കൊടുക്കുവാനോ നമ്മുടെ കാറ് കൊടുക്കുവാനോ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ കൊടുക്കുവാനോ ഒന്നും ചോദിക്കത്തില്ല. അവർ ചോദിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. നാം അത് അവഗണിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? അതോ നാം കൊടുത്തിട്ടുണ്ടോ? ഈ വേദഭാഗത്തു നിന്ന് നമ്മുടെ കർത്താവ് അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് നിസ്സാരമായി തള്ളിക്കളയുവാനുള്ളതല്ല ഈ വേദഭാഗം. ഒരു നരകത്തിനവകാശി, ദൈവകോപത്തിനിരയായവൻ പുരയ്ക്കകത്ത്, എന്നാൽ ദൈവത്തിന് പ്രിയനായവൻ ആ ദരിദ്രൻ പടിപ്പുരയ്ക്കൽ, അതായത് പുരയ്ക്ക് വെളിയിൽ. ആ ധനവാന് ആ ദരിദ്രന് വേണ്ടി എന്തെല്ലാം ചെയ്യാമായിരുന്നു. തൻ്റെ ദാസന്മാരിൽ ഒരുവനെ അയച്ച് ആ ബലഹീനനായവനെ ചുമന്നെടുപ്പിച്ച് തൻ്റെ കളപ്പുരയ്ക്ക് സമീപമോ തൊഴുത്തിലോ ഔട്ട് ഹൗസിലോ മഴയും വെയിലും ഒന്നും ഏൽക്കാതെ പാർപ്പിക്കാമായിരുന്നു. അവന് ധരിക്കുവാൻ വസ്ത്രം കൊടുക്കാമായിരുന്നു. അവന് വയറ് നിറയെ ആഹാരം കൊടുക്കാമായിരുന്നു. പക്ഷെ ഒന്നും ചെയ്തില്ല. താൻ കണ്ടില്ലല്ലോ, കേട്ടില്ലല്ലോ, തനിക്കിതിനെപ്പറ്റി അറിവില്ലായിരുന്നു എന്ന് ഒരിക്കലും ഇനിയും ആ ധനവാന് പറയുവാൻ കഴിയുകയില്ല. കാരണം തൻ്റെ കണ്ണെത്തുന്ന ദൂരത്തിൽ, തൻ്റെ കൈയെത്താവുന്ന ദൂരത്ത് ആ ദരിദ്രൻ ആയിരുന്നു. ഹി സിംപ്ലി ലെറ്റ് ഹിം ലൈ ദേർ. യാതൊന്നും ചെയ്തില്ല. ഇത് തന്നെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധനായ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ നമ്മോട് പറയുന്നത്. ഞാനതങ്ങ് വായിക്കാം. യേശു ക്രിസ്തു തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് നീതിമാന്മാരെ തൻ്റെ വലത്തും നീതികെട്ടവരെ തൻ്റെ ഇടത്തും നിർത്തും. യേശുക്രിസ്തു തൻ്റെ വലത്തുള്ളവരോട് അരുളിച്ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ചോദിച്ചു. അപ്പോൾ യേശുക്രിസ്തു അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളമെല്ലാം എനിക്ക് ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളിച്ചെയ്യും.
പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലും ആയിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് പറഞ്ഞു. അതിന് അവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ട് നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാത്തിടത്തോളമെല്ലാം എനിക്കാവുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറയും. അവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും. പ്രിയ സഹോദരങ്ങളെ, ദശാംശ സമർപ്പണ ഞായറായി നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ നാം ദശാംശം കൊടുക്കുന്നത് എളിയവനെ അഥവാ ദരിദ്രനെ കനിവോടെ കരുതുന്നതിലേക്ക് ഉതകുന്നതിനായിരിക്കണം. നമുക്കുള്ള നന്മകൾ പങ്കിടുന്നതിന് നമ്മെ ഉത്സാഹിപ്പിക്കുന്നത് എന്താണ് എന്ന് ദാവീദ് രാജാവ് നമ്മെ പഠിപ്പിക്കുന്നു പഴയ നിയമത്തിൽ നിന്നും. 1 Chronicles chapter 29 verses 10-18. ദേവാലയ നിർമ്മിതിക്ക് വേണ്ട സാധന സാമഗ്രികളെല്ലാം രാജാവിൻ്റെ ആവശ്യപ്രകാരം ജനങ്ങൾ കൊണ്ടുവന്നു. രാജാവ് ഏറ്റവും സന്തോഷിച്ചു. നാം ഇവിടെ വായിക്കുന്നത് ദാവീദ് രാജാവും അത്യന്തം സന്തോഷിച്ചു. പിന്നെ ദാവീദ് സർവ്വസഭയുടെ മുമ്പാകെ യഹോവയെ സ്തുതിച്ച് ചൊല്ലിയത് എന്തെന്നാൽ, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ ദൈവമായ യഹോവേ, നീ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. യഹോവേ, രാജ്യത്വം നിനക്കുള്ളതാകുന്നു. നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു. ധനവും ബഹുമാനവും നിങ്കൽ നിന്ന് വരുന്നു. നീ സർവവും ഭരിക്കുന്നു. ശക്തിയും ബലവും നിന്റെ കയ്യിൽ ഇരിക്കുന്നു. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഞങ്ങളിങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആർ? എൻ്റെ ജനവും എന്തുള്ളൂ? സകലവും നിങ്കൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേയുള്ളൂ. ഞങ്ങൾ നിന്റെ മുമ്പാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെയും പോലെ അതിഥികളും പരദേശികളുമാകുന്നു. ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ അത്രേ, യാതൊരു സ്ഥിരതയുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ വിശുദ്ധ നാമത്തിനായി നിനക്ക് ഒരു ആലയം പണിവാൻ ഞങ്ങൾ ശേഖരിച്ചിട്ടുള്ള ഈ സംഗ്രഹമെല്ലാം നിന്റെ കയ്യിൽ നിന്ന് ഉള്ളത്. സകലവും നിനക്കുള്ളതാകുന്നു. എൻ്റെ ദൈവമേ, നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. നാം നമ്മുടെ നന്മകൾ പങ്കിടുമ്പോൾ ഈ മനോഭാവമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. സകലവും ദൈവത്തിൽ നിന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. നാം അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ മനോഭാവമാണ് നമുക്ക് വേണ്ടത്. നാം ഇവിടെ ആരുമല്ല. ദാവീദ് രാജാവ് പറയുകയാണ്, ദൈവമേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ അന്യരും പരദേശികളുമാണ്. ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെയത്രേ, യാതൊരു സ്ഥിരതയുമില്ല. എല്ലാം നിങ്കൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ നിന്നിൽ നിന്ന് എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. നാം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ദാനം ചെയ്യുമ്പോൾ ഈ ഒരു മനോഭാവമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. ഈ സത്യം മനസ്സിലാക്കാതെ ജീവിച്ച് തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് ദാനം ചെയ്യുകയാണ് എന്ന വ്യാജേന അപ്പസ്തലന്മാരുടെ അടുക്കൽ വന്ന 2 വ്യക്തികൾക്കുണ്ടായ ദുരനുഭവത്തെപ്പറ്റി നമുക്ക് പഠിക്കാം.
അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന് ചാപ്റ്റർ 5 വേഴ്സസ് 1-10. ക്രിസ്തുസഭയുടെ ആദ്യ നാളുകളിൽ ജോസഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഇദ്ദേഹം ഇക്കാര്യം ചെയ്തത് പരമാർത്ഥ ഹൃദയത്തോടെയായിരുന്നു. ജെനുവിനായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. എന്നാൽ ഈ സംഭവം കേട്ടിട്ട് അനന്യാസ് എന്നു പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീറയോടുകൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറേ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറേ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പേ നിൻ്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്കെല്ലാവർക്കും മഹാഭയമുണ്ടായി. ബാല്യക്കാർ എഴുന്നേറ്റ് അവനെ ശീല പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഏകദേശം 3 മണിക്കൂറുകൾക്ക് ശേഷം അവൻ്റെ ഭാര്യ ഈ സംഭവിച്ചതൊന്നും അറിയാതെ അകത്തു വന്നു. പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത്? പറക എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. പത്രോസ് അവളോട്, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? ഇതാ, നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കൽ ഉണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഉടനെ അവൾ അവൻ്റെ കാൽക്കൽ വീണ് പ്രാണനെ വിട്ടു. ബാല്യക്കാർ അകത്തു വന്ന് അവൾ മരിച്ചു എന്ന് കണ്ട് പുറത്തു കൊണ്ടുപോയി ഭർത്താവിൻ്റെ അരികെ കുഴിച്ചിട്ടു. സർവ്വസഭയ്ക്കും ഇത് കേട്ടവർക്കെല്ലാവർക്കും മഹാഭയം ഉണ്ടായി. ദൈവത്തിൽ നിന്നാണ് നമുക്ക് സകല നന്മകളും അനുഗ്രഹങ്ങളും ലഭിക്കുന്നത്. നമ്മുടെ സമ്പത്തും ധനവുമെല്ലാം അവിടുത്തേതാണ് എന്ന ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ ഇവർക്ക് ബോധമുണ്ടായിരുന്നില്ല, ഈ അനന്യാസിനും സഫീറായിക്കും. അതുകൊണ്ടാണ് തങ്ങൾക്കുള്ള നിലം വിറ്റിട്ട് അതിൽ കുറേ എടുത്ത് വെച്ചിട്ട് എല്ലാം ദാനം ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് അപ്പോസ്തലൻ്റെ അടുത്ത് വന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് അത് തിരിച്ചറിഞ്ഞു. അവർക്ക് തക്കതായ ശിക്ഷയും കൊടുത്തു. സർവ്വസഭയ്ക്കും ഇതൊരു പാഠമാണ്. നമുക്ക് ദൈവമാണ് നമ്മുടെ സർവ്വസമ്പത്തിൻ്റെയും അധികാരി, ദൈവത്തിൽ നിന്നെടുത്താണ് നാം കൊടുക്കുന്നത് എന്നൊരു ബോധം നമുക്കുണ്ടെങ്കിൽ നാം വ്യാജം പറയുകയില്ല. എന്നാൽ ഇവിടെ സംഭവിച്ചത് മറിച്ചാണ്. അങ്ങനെ ബോധമില്ലാതിരുന്ന, ആ സത്യം മനസ്സിലാക്കാതിരുന്ന വ്യക്തികൾ ദൈവകോപത്തിന് ഇരയായി. ഈ ദശാംശ സമർപ്പണ ഞായർ നമ്മെ പഠിപ്പിക്കുന്നു, കൊടുക്കുക അഥവാ ഗിവിങ് എന്നത് ഒരു വരമാണ്. ദൈവത്തിൻ്റെ ഗിഫ്റ്റാണത്. ഈ വരമുള്ളവർ ഏതവസ്ഥയിലും കൊടുക്കും. ഉയർച്ചയിലും താഴ്ചയിലും സമൃദ്ധിയിലും ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും തങ്ങൾക്കുള്ളതിൽ നിന്ന് അവർ ദാനം ചെയ്യും. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ തന്നെ സഹായിച്ച ഫിലിപ്പി സഭയിലെ ജനങ്ങളെ ശ്ലാഘിക്കുന്ന വേദഭാഗമാണ് അവസാനമായി നമുക്ക് ചിന്തിക്കുവാനുള്ളത്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സസ് 10-20. വേഴ്സ് 13. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. ഫിലിപ്പിയരെ, സുവിശേഷഘോഷണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മാസിഡോണിയയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. തെസ്സലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലമത്രേ ആഗ്രഹിക്കുന്നത്. ഇതൊരു സത്യമാണ് സഹോദരങ്ങളെ. നാം എപ്പോഴൊക്കെ ദാനം ചെയ്യുമോ അപ്പോഴെല്ലാം
നമ്മുടെ കണക്കിലേക്ക് നമ്മുടെ ദൈവം ഏറുന്ന പ്രതിഫലമാണ് കൂട്ടിച്ചേർക്കുന്നത്. നമ്മുടെ മനോഭാവമാണ് ദൈവം നോക്കുന്നത്. ഇവിടെ വേഴ്സ് 19 പൗലോസ്ലീഹ പറയുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നാം ദരിദ്രന്മാരെ കരുതുമ്പോൾ, അവരെ സഹായിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മുടെ ദൈവം തീർത്തു തരും. അവൻ ക്രിസ്തുവേശുവിൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം പൂർണ്ണമായി തീർത്തു തരും. എങ്ങനെയാണ് അത് തീർത്തു തരുന്നത്? മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം, അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി. നമ്മുടെ കണക്കിലേക്ക് ഏറുന്ന പ്രതിഫലമാണ് അവൻ തരുന്നത്. നമ്മുടെ സമീപത്തുള്ള ദരിദ്രന്മാരെ കരുതുവാൻ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്തെഴുന്നേറ്റ് വന്ന് നമ്മോട് പറയേണ്ട കാര്യമില്ല. മോശയും പ്രവാചകന്മാരും എല്ലാം അത് തിരുവെഴുത്തുകളിൽ നമ്മോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. യേശുക്രിസ്തു പറയുന്നു, ദരിദ്രന്മാർ എപ്പോഴും നിങ്ങളുടെ അടുക്കൽ ഉണ്ടല്ലോ. നമ്മുടെ അടുക്കൽ ദൈവം അവരെ ആക്കിയിരിക്കുകയാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ദൈവം കൗണ്ട് ചെയ്യുന്നത്. May the grace of our Lord Jesus Christ be with you till we meet again with yet another episode. I bless you in Jesus' name. Amen.